Hi, welcome back to my YouTube channel. Hi, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കോളേജിനെ കുറിച്ചും ഞാൻ എൻ്റെ MSW കോളേജിൽ എടുത്തെന്നൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ദൂരെ വന്നിട്ട്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കോളേജിൻ്റെ ഒരു ടൂറാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ ഫെസിലിറ്റീസ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയുണ്ട്, കോളേജിൽ എന്തൊക്കെയുണ്ട്, അങ്ങനെ സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതെ, ഇത് നമ്മുടെ കോളേജിന്റെ മെയിൻ ക്യാമ്പസ് ആണ്. നമ്മുടെ ക്യാമ്പസ് അങ്ങോട്ട് മാറിയാണ്. നമുക്ക് മെയിൻ ക്യാമ്പസ് തുടങ്ങാണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ക്യാമ്പസ്. അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ എന്റെ കോളേജ് ടൂറാണ് ഗൈസ്. എന്തൊക്കെയാണ് എന്റെ കോളേജിലുള്ളത്, എന്റെ കോളേജ് കുറെ കാണാനുണ്ട് ഗൈസ്. അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എന്തൊക്കെ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ചുമ്മാ പറയാന്ന് വിചാരിച്ചു. അതാ ഇവിടെയാണ് നമ്മുടെ ക്യാമ്പസ്. ഇതാണ് മഹാത്മാഗാന്ധി ബ്ലോക്ക്. ഇവിടെ ഇങ്ങനെ കുറെ ബ്ലോക്കുകളുണ്ട്. സെന്റ് മേരീസ് ബ്ലോക്ക്, പിന്നെ മദർ തെരേസ ബ്ലോക്ക് ഒക്കെ കണ്ടാ ഇങ്ങനെ പാലം പോലെയൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ബ്ലോക്കിൽ നിന്ന് വേറെ ബ്ലോക്കിലോട്ട് പോകാൻ ഇങ്ങനെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, സ്റ്റെപ്പ് വഴിയുള്ള. ഇവിടെ നല്ല നമുക്ക് ഇരിക്കാനും അതിനൊക്കെ അടിപൊളിയാണ്. ഇവിടെ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കാം. ഇവിടെയൊക്കെ നല്ല രസമാണ്. ഇവിടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്റെ ക്യാമ്പസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ് പഠിക്കുന്നതിനെക്കാട്ടിയും. മെയിൻ ക്യാമ്പസിലെ ലൈബ്രറിയിലാണ്. വലിയ ലൈബ്രറിയാണ് ഗൈസ്. ഇവിടെയൊക്കെയാണ് ക്യാമ്പസിലെ ലൈബ്രറി. നമ്മളുടെ ഓഡിറ്റോറിയം ഇവിടെ ആയിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. അതായത് ഇപ്പം സ്രവസ് ഒക്കെ നടക്കുന്നത് ഇവിടെ ആയിരിക്കും. സ്രവസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് ആൻഡ് സ്റ്റുഡൻസ് മീറ്റ് ആണ്. അവിടെ പേപ്പർ പ്രസന്റേഷൻസ്, പിന്നെ കുറെ ഗ്രൂപ്പ് ഡാൻസ്, മൈം, അങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നതാണ് സ്രവസ് എന്ന് പറയുന്നത്. സ്രവസിന്റെ കുറച്ച് വീഡിയോസ് കാണാം, അപ്പൊ നിങ്ങൾക്ക് സ്രവസ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാവും. നമുക്ക് കുറേ വർക്ക്ഷോപ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ കുറെയൊക്കെ നമുക്ക് ഇവിടെ ആയിരിക്കും, കുറെയൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നടക്കുന്നത് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ക്യാമ്പസിലെ വിശേഷം. ഇനി നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാം, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ട്. ക്യാമ്പസിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ക്യാമ്പസിന്റെ അകത്തല്ല, കുറെ ഡിപ്പാർട്ട്മെന്റ്സ് വെച്ചാൽ കുറെ എണ്ണം ഫ്രണ്ടിലുണ്ട്. നമ്മുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അങ്ങ് കുറച്ചങ്ങ് അപ്പുറത്താണ്, ക്യാമ്പസിന്റെ അകത്തല്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ നടക്കാനുണ്ട് ഗൈസ്. ഇവിടെ നല്ല സീനറിയാണ് ഗൈസ്. ഇവിടെ ഹോസ്റ്റൽ ഇവിടെയാണ്, ബോയ്സ് ഹോസ്റ്റൽ. അതെ, അപ്പൊ നമ്മളിത് നടന്നെത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് ബാക്കി കാണാം. ഇതാണ് നമ്മുടെ ക്യാമ്പസ്. നമ്മുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഇതിന്റെ പേര് സ്നേഹഭവൻ എന്നാണ് ഗൈസ്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെ. കമോൺ കാണിക്കാം. അപ്പോ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഫാമാണ് ഗൈസ്. നമുക്കിവിടെ ക്യാൻറ്റീൻ എല്ലാം ഉണ്ട്. ഒരു സെപ്പറേറ്റ് ഒരു സോഷ്യൽ വർക്ക് കോളേജ് പോലെയാണ് ഇവിടെ. എന്ന് വെച്ചാൽ ക്യാൻറ്റീൻ ഉണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ലൈബ്രറി ഉണ്ട്, എല്ലാം സെപ്പറേറ്റ് നമുക്ക് ഈ ബ്ലോക്കിലുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ ബ്ലോക്ക് ഒക്കെ കാണാം. ഗൈസ് നമുക്ക് ഇങ്ങോട്ട് ലൈബ്രറിയാണ്, നമുക്ക് ലൈബ്രറി കാണാം. ലൈബ്രറി ഇത് ഓഫീസാണ്. ഇവിടെ ഓഫീസാണ്. ഇവിടെ ആരുമില്ല ഗൈസ്. ഇന്നിവിടെ നമുക്ക് വൈവ നടക്കുകയാണ്. നേരത്തെ കണ്ട് നമ്മുടെ ക്യാമ്പസ് ലൈബ്രറിയാണ് ഇത്. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ എന്നൊരു ലൈബ്രറി ഉണ്ട്. ഇവിടെ ഫുൾ നമ്മുടെ ബേസ് ചെയ്തിട്ടുള്ള ബുക്സ് ആണ്. ഇവിടെ ഫുൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉള്ള ബുക്സ് ആണ്. ഇതാണ് നമ്മുടെ HODയുടെ റൂം. നമുക്ക് ഇവിടെ കിട്ടിയ പ്രൈസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇന്റർ സോണിന് സെക്കൻഡ് ആയിരുന്നു, നമുക്ക് ഡി സോണിന് ഫസ്റ്റ് ആയിരുന്നു. അതൊക്കെ കുറച്ചൊക്കെ ഇവിടെ നമ്മൾ വാങ്ങിച്ച പ്രൈസൊക്കെ ഇവിടെ. പിന്നെ മെയിൻ ക്യാമ്പസിലാണ് എല്ലാ പ്രൈസും ഉള്ളത്. നമ്മുടെ ചിലമ്പിന് നമുക്ക് ഡാൻസിന് ഫസ്റ്റ്, ഗാനമേളയ്ക്ക് ഫസ്റ്റ്, അതൊക്കെ നമ്മുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിനായിരുന്നു. അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് അതൊക്കെ ഇരിക്കുന്നത്, നമ്മുടെ HODയുടെ റൂമിൽ. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ 3rd ഫ്ലോർ. ഇവിടാണ് MSWയുടെ ഒരു ബാച്ച് ഒക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് PG ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സോഷ്യൽ വർക്ക് റിസർച്ച് സെന്റർ ഉണ്ട്. ഇതാണ് പിള്ളേർ വൈവിച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ വൈദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് MSW പിള്ളേർക്ക്.
എല്ലാരും ഭയങ്കര അതിന്റെ ഓട്ടത്തിലാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ബ്ലോക്ക്. നമ്മുടെ MSW അവിടെ വൈകിയൊക്കെ നടക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ സ്റ്റാഫ് റൂം. ഇവിടെ ടീച്ചേഴ്സ് ഒന്നും ഇല്ല. ഇതൊക്കെ ക്ലാസ്സിലൊക്കെ വൈവ നടക്കുകയാണ്. ക്ലാസ് റൂമൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നത്. ഗൈസ് ഇവിടെ റിനോവേഷൻ നടക്കുകയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. നമുക്ക് തന്നെ ഇവിടെ സ്റ്റേജ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാം നടക്കുന്നത്. പിന്നെ ഫ്ലവേഴ്സിന്റെ സ്ക്രീനിങ്, പിന്നെ നമുക്ക് മുകളിലും ഒരു ഓഡിറ്റോറിയം പോലെ ഉണ്ട്. അവിടെ നമുക്ക് സ്ക്രീനിങ്, വലിയ പ്രോഗ്രാംസ് ഒക്കെ നടക്കും. ഈ വോയിസ് ഇവിടുത്തെ പണി നടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് 2 ഓണം സെലിബ്രേഷൻ, 2 ക്രിസ്മസ് ഒക്കെ കിട്ടും. എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ, പിന്നെ നമുക്ക് മെയിൻ ക്യാമ്പസിൽ പോയി ഇവിടെ 2 സെലിബ്രേഷൻ ആണ്. അപ്പൊ നമ്മളെപ്പോഴും 2 സെലിബ്രേഷൻ നമുക്ക് കിട്ടും. അപ്പൊ നമുക്കിപ്പോ ഈ ഏപ്രിൽ മെയ്യില് ലീവാണ്. അതുകൊണ്ട് നമ്മളിപ്പോ വൈവ് അറ്റൻഡ് ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻറ്റീൻ ക്ലോസ്ഡ് ആണ്. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. ഇതിന്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനും എടുക്കാനും ഒക്കെ കുറെ സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് കോളേജിന്റെ അടുത്ത് തന്നെ പ്രിന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബൈൻഡിങ് എല്ലാം ഇവിടുന്ന് തന്നെ എടുക്കാൻ പറ്റും. എല്ലാം ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ ഉണ്ട്. സോഷ്യൽ വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്റേൺഷിപ്പ്. അപ്പം നമുക്കിവിടെ ഇന്റർനാഷണൽ ഇന്റേൺഷിപ്പ് വരെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം MSW ഫസ്റ്റ് ഇയേഴ്സിലുള്ള കുറച്ച് കുട്ടികൾ ഇപ്പം കെനിയയിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോളേജ് വ്ളോഗ് ഇതോടെ അവസാനിച്ചു. അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ കോളേജിന്റെ ഒരു ടൂർ കാണിച്ചു തന്നെയാണ്. എങ്ങനെയാണ് എൻ്റെ കോളേജ്, എന്തുകൊണ്ട് ഞാൻ ഇത്രയും ദൂരം വന്ന് MSW എടുത്തു, MSW എന്തെടുത്തു. MSW എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സാണ്. വെച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പേഴ്സണൽ ഡെവലപ്മെന്റും കൂടെ തരുന്ന ഒരു കോഴ്സാണ്. അപ്പൊ ഈ കോളേജിൽ എനിക്ക് നല്ല ഒരു സെൽഫ് ഡെവലപ്മെന്റ് നല്ലപോലെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് നമ്മുടെ കോളേജിൽ കാണിക്കാനൊക്കെ. നമ്മളുടെ ഒരു കോളേജ് ടൂർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും കോളേജിനെ കുറിച്ചും നമ്മൾ ചെറുതായിട്ട് പറയുന്ന ഒരു കോളേജ് ടൂർ അത്രേ. അപ്പോ അതാണിത്. അപ്പോ എല്ലാവർക്കും ബൈ.